ഞങ്ങളും വിശ്വാസികളൊക്കെ തന്നെയാണ്, പക്ഷേ ഇത് അന്ധവിശ്വാസമാണ്. കാവടി എടുക്കുന്ന ടൈമിലുള്ള എക്സ്പ്രഷൻ ബ്രോ തന്നെ അങ്ങ് ഇടുന്നതല്ലേ. കാവടി എന്ത് നിനക്ക് തന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട്. യേശുവേ എന്ന് വിളിക്കുമ്പോഴോ, അള്ളാഹു എന്ന് വിളിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഭഗവാനെ മുരുക എന്ന് വിളിക്കുമ്പോഴോ എല്ലാം ഹേ ഗായ്സ്, വെൽക്കം ടു എ കാവടി സ്പെഷ്യൽ Q&A. അതേ സുഹൃത്തുക്കളെ, 2025 ഫെബ്രുവരി 11 നമ്മൾ വീണ്ടും അഗ്നിക്കാവടി എടുക്കാൻ പോവുകയാണ്. ഒരടി വേലുകുത്തി നമ്മൾ 11 കരിയം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഗ്നിക്കാവടിക്ക് ഇറങ്ങാൻ പോകുന്നതായിരിക്കും ഗൈസ്. ഇത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും. അനന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാവടി എന്നാ ചേട്ടാ. 11 മുത്തേ ഡെസ്റ്റിനി കിങ്ങിണി അല്ല കിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ ചേട്ടാ, കാണാൻ വരാനാ. ഗൈസ്, ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം വരും. ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ ആൾക്കാർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്ലാറ്റ്ഫോം കൂടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരുപാട് പേരുടെ കംപ്ലൈൻ്റ് ആയിരുന്നു, കാവടി കാണാൻ പറ്റില്ല കേട്ടോ, വന്നിട്ട് ഭയങ്കര റഷ് ആയിരുന്നു. അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വിപുലീകരിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ്, ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ എവിടെ കാവടി വ്ളോഗുകൾ എവിടെ? കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്, ഇപ്രാവശ്യം എന്ത് ചെയ്യാത്തതെന്ന്. ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 21 ദിവസവും ഷൂട്ടില്ലായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് തുടക്കം മുതൽ എൻഡ് വരെ കംപ്ലീറ്റ് കാര്യങ്ങളും എനിക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് 21 ദിവസം വ്രതമുള്ളതിൽ 10 ദിവസവും ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആണ് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുന്നതും നിർമ്മാല്യം തൊഴുന്നതും രാത്രി ദീപാരാധന എല്ലാം എറണാകുളത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാം അടിപൊളിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചതല്ലേ, ഇപ്രാവശ്യം വീണ്ടും അത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആവർത്തന വിരസത വന്നാലോ. കാരണം സെയിം പ്രൊസീജിയറാണ്, വ്രതമൊന്നും ഒരു കാലത്ത് മാറത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാതിരുന്നത്. ഞാൻ വിചാരിച്ചു ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാം. പക്ഷേ എന്നാൽ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നത് കാവടി വ്ളോഗ്സ് കാണണമെന്ന് പറഞ്ഞിട്ടാണ്. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നേ ഇത്രത്തോളം നമ്മുടെ കാവടി സീരീസ് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. അതറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ ഗൈസ്. പിന്നെ എൻ്റെ തൊണ്ട ജനുവരി പാതിയോളം എൻ്റെ തൊണ്ട കംപ്ലീറ്റ് ആയിട്ട് ഇൻഫെക്ഷൻ അടിച്ച് അടഞ്ഞുപോയി. ബമ്പർച്ചിരിയിൽ ആങ്കർ ചെയ്യാൻ പോയപ്പോഴും ഒരാഴ്ച അടുപ്പിച്ച് അവർ കംപ്ലീറ്റ് എൻ്റെ തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞ് ഇപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ കുറേ നേരം ഞാൻ ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ തൊണ്ടയുടെ സൗണ്ട് പെട്ടെന്ന് കുറയും. അപ്പോൾ അത് കുറച്ച് നാൾ അത് റിലാക്സേഷൻ കൊടുക്കണമെന്നൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാത്ത. ബമ്പർച്ചിരി പോയാലും ആങ്കർ ചെയ്യും, എന്നിട്ട് ഞാൻ പിന്നെ മിണ്ടാതിരിക്കും. അപ്പോൾ അതും കൂടെ ഒക്കെ കൊണ്ടാണ് ഞാൻ വ്ളോഗ് വേണ്ടെന്ന് വെച്ചത്. പക്ഷേ നിങ്ങളുടെ ഓവർവെൽമിങ് റെസ്പോൺസ് കാരണം ഗൈസ്, ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി കാവടിക്ക് ഒരു 3 ദിവസമേ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ ദിവസം കാവടിയാണ്. അപ്പോൾ ആ 3 ദിവസത്തേക്കുള്ള വ്ളോഗ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാം. എനിക്ക് അറിയില്ല ഒരുപാട് ഓഡിയൻസ് കാണുമെന്ന്. ഇപ്പോൾ കാവടി ഈ വീഡിയോ ആയാൽ പോലും എനിക്ക് അറിയില്ല എത്രത്തോളം ആൾക്കാർ കാണുമെന്ന്. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് വീഡിയോസ് ഇടാം. ആതിരലക്ഷ്മി 912 ഒരു കൊച്ച് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഗൈസ്. ദേഹത്ത് ശരിക്കും മുരുകൻ കയറുമോ എന്ന്. ഓക്കെ, ഇതൊരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കവർ ചെയ്താലേ എനിക്ക് ഇതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ ഗൈസ്. പക്ഷേ ദേഹത്ത് ദൈവം കയറുക എന്ന് പറയുന്നത്, ഇപ്പോൾ മുരുകൻ കയറുന്നു, ദേവി കയറുന്നു എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഒരു സർജ് ഓഫ് എനർജിയാണ് നമ്മുടെ ബോഡിയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. ശരിക്കും ദൈവം കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആതിരലക്ഷ്മിയോട് ചോദിക്കട്ടെ, ആതിരലക്ഷ്മി ശരിക്കും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു ശക്തിയല്ലേ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടായിരിക്കും, ആ രൂപത്തെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഒരു ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൊച്ചിലെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ എന്താണ് അച്ഛാ ശരിക്കും ദൈവം എന്ന് ഞാൻ പണ്ട് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എനർജിയാണ്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന പോലെ അതൊരു ശക്തിയാണ്. നമ്മൾ അമ്പലത്തിൽ പോയി നമ്മൾ ഒരു ബിംബത്തിന് മുമ്പിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പോസിറ്റീവ്നെസ്, നമ്മുടെ കാര്യങ്ങളും എല്ലാം ആ ഒരു ബിംബത്തിലോട്ട് സ്റ്റോർ ആവുന്നത് പോലെയാണ്. അതൊരു പോസിറ്റീവ് എനർജിയുടെ ഒരു സംഭരണിയാണ്. നമ്മൾ എന്നിട്ട് അനുഗ്രഹം ചോദിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് ദൈവമേ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അറ്റ് ലാസ്റ്റ് നമ്മുടെ ദേഹത്ത് അനുഗ്രഹം വരുമ്പോൾ ആ ഒരു സർജ് ഓഫ് എനർജിയുടെ എക്സ്പ്ലോഷനാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചെണ്ടമേളം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മണിയടി കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ പെട്ടെന്നൊരു നമ്മൾ ഭയങ്കര ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സർജ് ഓഫ് എനർജി നമ്മുടെ ദേഹത്തൂടെ അങ്ങ് കറണ്ട് കണക്ക് കയറിപ്പോവും. നമ്മുടെ ബ്രീത്തിങ് കൂടും, നമ്മുടെ ഹാർട്ട് ബീറ്റ് എലിവേറ്റ് ആവും, നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കും. നമുക്ക് എക്സ്പോണൻഷ്യലായിട്ട് നമ്മുടെ ഫിസിക്കൽ കേപ്പബിലിറ്റീസ് കൂടും, നമ്മുടെ ശക്തി കൂടും, നമ്മുടെ പെയിൻ ടോളറൻസ് കൂടും.
അത് ഒരു എക്സ്പ്ലോഷൻ ഓഫ് തിങ്സ് ആണ്. അതിനെയാണ് ശരിക്കും ഓരോ ആൾക്കാർ ഓരോന്ന് പറയുന്നത്, ദേഹത്ത് ദൈവം കൂടുന്നത്, ഇല്ലെങ്കിൽ ദേഹത്തോട്ട് ഈശ്വരൻ വന്ന് കയറുന്നത് എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. ഇതേ സംഭവം ഇത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഇതേ സെയിം സംഭവം നമ്മുടെ ദേഹത്തോട്ട് ഒരു നെഗറ്റീവ് എനർജിയാണ് കയറുന്നതെന്ന് വെച്ചോ, ആ നെഗറ്റീവ് എനർജി കയറുമ്പോഴാണ് നമ്മളെ ദേഹത്ത് പ്രേതം കൂടി, ബാധ കയറി, പിശാച് കയറി എന്നൊക്കെ പറയുന്നത്. അത് സെൽഫ് ഹാമിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അന്നേരം നമ്മുടെ ദേഹത്ത് കയറുന്നത്. നേരെ ഓപ്പോസിറ്റ് നമുക്ക് അനുഗ്രഹം വരുമ്പോൾ അത് ഒരു പോസിറ്റീവ് എനർജിയാണ്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ദേഹത്ത് ശരിക്കും മുരുകൻ കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന മുരുകനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ ദേവിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള രൂപം ഏതാണോ ആ ദൈവമായിരിക്കും നമ്മുടെ ദേഹത്തോട്ട് വരുന്നത്. ആ രൂപത്തിലായിരിക്കും നമ്മൾ തുള്ളുന്നത്. അതാണ് എൻ്റെ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്. ആതിരലക്ഷ്മി മകളെ, നീ ചോദിച്ച ഉത്തരത്തിന് അതെ, ശരിക്കും ഒരു എനർജി നമ്മുടെ ദേഹത്തോട്ട് വരും ആ സമയത്ത്. അത് മുരുകനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് ഭദ്രകാളി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഭദ്രകാളിയുടെ എനർജിയാണ് വരുന്നത്. ഭദ്രകാളിയുടെ രൂപത്തിലാണ് എൻ്റെ ബോഡിയിൽ നിന്ന് അത് എക്സ്പ്രസ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭദ്രകാളിയാണ്. ചിലർക്ക് മാടൻ തമ്പുരാൻ, ചിലർക്ക് യോഗീശ്വരൻ, അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് ഈ എനർജി വരുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. ദ്യോൻ ചോദിച്ചേക്കാണ്, ബ്രോ വേദന എടുക്കൂലേ ശൂലം വായിലൂടെ കയറ്റുമ്പോൾ? ഓക്കെ, ഇത് ഞാൻ എൻ്റെ കന്നിവേൽ കാവടി ഞാൻ +1 പഠിക്കുന്ന സമയത്താണ് എൻ്റെ കന്നിവേൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്നോടും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നോടും 24 മണിക്കൂർ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. കാരണം എനിക്ക് സൂചി എന്നൊക്കെ പറഞ്ഞാൽ പേടിയാണ്. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കോൺഷ്യസ് ആയിട്ട് ഒരടി, എൻ്റെ ആദ്യത്തെ കാവടിക്ക് ഞാൻ ഇത്ര ഉള്ള വേലാണ് എടുത്തത്. എനിക്ക് തോന്നുന്ന 4 അടിയോ 6 അടിയോ എങ്ങാണ്ടുള്ളൊരു വേലാണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ അതെടുക്കുമ്പോൾ വേദനിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുമോ? ഇല്ല. ഇപ്പോൾ അനുഗ്രഹിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഭയങ്കര സർജ് ഓഫ് എനർജിയാണ് ശരീരത്തൂടെ. ഈ എനർജി സർജ് കുറച്ച് നേരെ കാണുകയുള്ളൂ. ആ കാണുന്ന സമയത്താണ് അനുഗ്രഹിച്ച് നിൽക്കുന്നതെന്ന് പറയുന്നത്. ആ കാണുന്ന സമയത്താണ് ഇവർ നമുക്ക് വേല് കുത്തി തരുന്നത്. അപ്പോൾ ഈ അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ ബോഡി ഇങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ നമ്മുടെ തലയിൽ കൈവച്ച് നമ്മുടെ അടുത്ത് പറയും, അടങ്ങ്, സമയമുണ്ട്, ബോഡി റിലാക്സ് ചെയ്ത് കുത്താൻ പോവാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സാധനം റെക്കോർഡ് ചെയ്യണം. നമ്മുടെ പതുക്കെ നമ്മുടെ തുള്ളിൽ കുറയും. ആ സമയത്താണ് അവരിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി ഇപ്പുറത്തൂടെ എടുക്കുന്നത്. അത് 1 അടിയാവാം, 2 അടിയാവും, 10 അടിയാവും, 12 അടിയാവാം. 12 അടി വേല വരെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പറവക്കാവടി, അഗ്നിക്കാവടി. നിങ്ങൾ ഇത്ര ആലോചിച്ച് നോക്കിയാൽ ശരിക്കും ദേഹം വേദനിക്കുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് വേദന അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല, എൻ്റെ അറിവിലില്ല. അനുഗ്രഹം കിട്ടാതെ കുത്തുന്നവർ കാണുമായിരിക്കും. അങ്ങനെ ഉള്ളവരെ എൻ്റെ പൊന്നമ്മച്ചിയെ ഞാൻ സമ്മതിച്ച് നിങ്ങളുടെ പെയിൻ ടോളറൻസ്. പക്ഷേ വേദന അറിയാതെയാണ് എനിക്കിതുവരെ കുത്തിയിട്ടുള്ളത്. ഹെഡ് ഷോട്ട് ഗെയിമിംഗ് ചോദിച്ചേക്കാണ്, ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് കാവടി എടുക്കുന്നത്? ഇത് എൻ്റെ 3ാമത്തെ കാവടിയാണ്. ആദ്യത്തത് ഒരു കന്നി വേലായിരുന്നു, ഇത്ര ഉള്ളൊരു വേല്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ ഞാൻ കന്നി അഗ്നി എടുത്തു. ഇതെൻ്റെ 2ാമത്തെ അഗ്നിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം തീർത്ഥാടനം ഒന്നും പോണില്ലേ? യാദവ് KRV നേരത്തെ പറഞ്ഞ കണക്ക് ഷൂട്ട് ഉണ്ടായിരുന്നുകൊണ്ട് 10 ദിവസം ഷൂട്ട് കൊണ്ടുപോയി. ബാക്കിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇവിടെ നിർമ്മാല്യം ഇടണം. കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരുപാട് ലോങ് ട്രിപ്പ് ഒന്നും നടക്കില്ല. എന്നാലും നാളെ നമ്മൾ കുമാരകോവിൽ വരെ ഒന്ന് പോകുന്നുണ്ട്. മുരുകസ്വാമി അവിടെ ചെന്നൊന്ന് തൊഴുതിട്ട് വരണം നാളെ. അപ്പോൾ ചെറിയൊരു തീർത്ഥാടനം, അതെന്തായാലും ഞാൻ വ്ളോഗായിട്ട് ചെയ്യാം. ആതിര ശ്രീ 6281 കാർത്തിക് കാപ്പ് കെട്ടി അനുഗ്രഹം നേടുമ്പോൾ ഉള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അതൊന്ന് പങ്കുവയ്ക്കുമോ? അതാണ് ഞാൻ കുറച്ച് നേരം മുന്നേ പറഞ്ഞതെന്നാലും ഞാൻ പറയാം. പലരും അതൊക്കെ അന്ധവിശ്വാസവും ട്രോളുകളും ഉണ്ടാക്കാനുള്ള വഴിയായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ആചാരങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി കാപ്പ് കെട്ടി കാവടി എടുക്കുന്ന അനുഭവം ഒന്ന് പങ്കെടുക്കാമോ? ആതിരശ്രീ, ഞാനിത് പങ്കുവയ്ക്കാം. നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെ നമ്മൾ എപ്പോഴും വിമർശിച്ചിട്ടുള്ളൊരു ചരിത്രം മാത്രമേ നമുക്കുള്ളൂ. ഒരിക്കലും ഇത് ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കൺസീവ് ചെയ്യാൻ പറ്റില്ല. കാരണം എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പറയുക, അന്നേരം എനിക്ക് സ്പോണ്ടേനിയസ് ബേസ്റ്റ് ഓഫ് എനർജി വരും, എൻ്റെ ബോഡി ഫുള്ള് വൈബ്രേറ്റ് ആവും, എൻ്റെ മനസ്സിൽ കാണുന്ന ദൈവത്തിൻ്റെ രൂപത്തിലായിരിക്കും പിന്നെ എൻ്റെ ആക്ഷൻസ് മൊത്തം എന്ന് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവുക? അതുകൊണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്കെപ്റ്റിക്കൽ തന്നെയായിരുന്നു. എൻ്റെ ഫസ്റ്റ് കാവടിക്ക് ഞാൻ 71 ദിവസമാണ് വ്രതം എടുത്തത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ തൊഴുത് ഈ നാടുള്ള എല്ലാ അമ്പലങ്ങളിലും പോയി തൊഴുത്. ഞാൻ 71 ദിവസം വ്രതമാണ് എടുത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല. പല അമ്പലങ്ങൾ അനുഗ്രഹം കൊടുക്കുമെന്ന് പറയുന്ന അമ്പലങ്ങളിൽ പോയി ഭസ്മയിട്ട് കിട്ടുന്നില്ല. പല സ്ഥലത്ത് പോയി പല നേർച്ചകൾ നടത്തി കിട്ടുന്നില്ല. കുടുംബകോവിലിൽ പോയി പ്രാർത്ഥിച്ച് കിട്ടുന്നില്ല. മുരുകൻ കോവിൽ പ്രവർത്തിക്കുക ഈ നാട്ടിൽ, ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ അന്നേരം പോവാത്ത അമ്പലങ്ങൾ കുറവായിരിക്കും. എന്നിട്ട് ഞാൻ ചോദിച്ച് അവസാനം കാപ്പ് കെട്ടുന്ന ദിവസം വന്നപ്പോൾ എനിക്കറിയില്ല
എനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കാൻ നിർത്തിയിട്ടില്ല. എന്നാൽ പല ദിവസങ്ങളിലും അമ്പലത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫ്ലക്ച്വേഷൻ എൻ്റെ മൈൻഡിലും ബോഡിയിലും ഫീൽ ചെയ്യുമായിരുന്നു. തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ബോഡി നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ അനങ്ങും. അപ്പോൾ അത് ഞാൻ നോട്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ശ്രദ്ധിച്ച് എന്തായി അനങ്ങണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ആ അമ്പലത്തിൽ പൂജ തീരും, ഞാൻ കണ്ണു തുറക്കും, അത് കഴിയും. ചില ദിവസങ്ങളിൽ നിന്ന് തൊഴുമ്പോൾ ഭയങ്കരമായിട്ട് വിയർക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് പ്രോപ്പറായിട്ട് അറിയാം, എൻ്റെ ബോഡി ഇങ്ങനെ ആലില പോലെ ആടുമായിരുന്നേ. പക്ഷേ എനിക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് ആടുന്നതെന്ന് വെച്ചാൽ ഞാൻ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിലാക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കാപ്പ് കെട്ടുന്നതിൻ്റെ അന്ന് ഞാൻ നിന്ന് തൊഴുവായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ മണിയടിക്കുന്നു, ഒരു സൈഡിൽ ചെണ്ടമേളം നടക്കുന്നു, ചന്ദനത്തിരി കത്തിച്ചതിൻ്റെയൊക്കെ മണം എൻ്റെ മനസ്സിലോട്ട് വരുന്നു, കർപ്പൂരം കത്തിക്കുന്നതിൻ്റെ മണം വരുന്നു, എന്തൊക്കെയോ നടക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആക്കി. ഈ ഒരു ആട്ടം ഉണ്ടല്ലോ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മൊമെൻറ്റിലോട്ട് ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങ് അർപ്പിച്ചു കൊടുത്തു. ഞാൻ ഇതൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല, എന്താണോ എൻ്റെ ബോഡിയിൽ വരാൻ പോകുന്നത് അത് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ അങ്ങ് തുള്ളുകയാണ്. ഒരു രീതിയിൽ എനിക്കറിഞ്ഞൂടെ, ഒരു വലിയ വിളിയും ബഹളവും. എൻ്റെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഞാൻ അങ്ങ് നിന്ന് തുള്ളുകയാണ്. എന്തെന്നറിഞ്ഞൂടാത്ത സന്തോഷം മനസ്സിന്, എന്തെന്നറിഞ്ഞൂടാത്ത ഒരു ഫ്രീഡം ബോഡിക്ക്. അന്നേരം ഭയങ്കര ഒരു ഓംനിപൊട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ്. നമുക്ക് എന്തും പറ്റും, നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളൊരു ഫീലാണ് അന്നേരം നമ്മുടെ മനസ്സിൽ. ഒരു ദൈവികമായ ഒരു ഫീല്. നമ്മൾ കോൺഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ നമ്മുടെ ബോഡി എക്സ്പോണൻഷ്യലി പവർഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഇമാജിനബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ആവുകയാണ്. അപ്പോൾ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും എന്തോ ഒരു സംഭവം എൻ്റെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. പലരും പറയും ഇത് ട്രാൻസ് ആണ്, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ റിതം കേൾക്കുമ്പോൾ വരുന്നതാണെന്ന്. ഇല്ല, ഒരു റിതം ഇല്ലാതെ വരെ എനിക്ക് അനുഗ്രഹം വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു സ്പാർക്ക്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ അനുഗ്രഹിക്കാൻ ചിലപ്പോൾ നിൽക്കുമ്പോൾ നമ്മുടെ തലയിൽ ചിലപ്പോൾ ഒരു ലൈറ്റ് ടാപ്പായിരിക്കും നമ്മൾക്ക് അതിനകത്തോട്ട് ക്രോസ് ഓവർ ചെയ്ത് വിടുന്നത്. ചിലപ്പം ലൈറ്റായിട്ടുള്ളൊരു മണമായിരിക്കും നമ്മൾ ആ ഒരു ക്രോസ് ഓവറിലോട്ട് കൊണ്ടിടുന്നത്. എനിക്ക് ഈ ഒരു സംഭവം ഇതിലും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല ഗൈസ്. അത് ഐ ഹോപ്പ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ആതിരശ്രീ. കാവടി എന്ത് നിനക്ക് തന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എനിക്ക് ലൈഫിൽ ഡിസിപ്ലിൻ തന്നു. ഒരു കാലത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ പറ്റാത്ത ഞാൻ കൃത്യമായിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് അമ്പലത്തിൽ നിർമ്മാല്യം കാണും. കൃത്യമായിട്ട് എൻ്റെ ദിനചര്യകളെല്ലാം പ്രോപ്പറായി, എൻ്റെ ഫുഡിങ് ഹാബിറ്റ്സ് എല്ലാം പ്രോപ്പറായി. ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു പെർഫെക്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ ഇത് കാവടി വ്രതം കഴിഞ്ഞിറങ്ങുമ്പോൾ ഉള്ളത്. പിന്നെ അത് നമ്മളെപ്പോൾ കൊണ്ടുപോയി കുളമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫോക്കസ്ഡ് ആണ്, നമ്മൾ ഡിസിപ്ലിൻഡ് ആണ്. അനാവശ്യമായിട്ടുള്ള ഒരു തോട്ട്സ് നമ്മുടെ മനസ്സിലില്ല. അതാണ് എനിക്ക് കാവടി തരുന്നത്. കാവടി എനിക്ക് കോൺഫിഡൻസ് തരുന്നു, എനിക്ക് എന്നിലുള്ള ആത്മവിശ്വാസം എക്സ്പോണൻഷ്യലി കൂട്ടുന്നു. ആൻഡ് എന്നെക്കാൾ വലിയ എന്തോ ഒന്നിലുള്ള വിശ്വാസം ഓരോ കാവടി കഴിയുന്നതോറും കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ കാപ്പ് കെട്ടി കാവടി എടുത്തതിൻ്റെ ഒരു അനുഭവം. സ്നാപ്പ് ലൈറ്റ്. ഇത്രയും കാവടിക്കിടയിൽ ചേട്ടാ ശബരിമലയ്ക്ക് പോകുന്നുണ്ടോ? മുത്തേ നീ പറഞ്ഞാൽ ചിലപ്പം കോമഡി ഇട്ടൊന്നും, പക്ഷെ ഞാൻ ഇതുവരെ ശബരിമലയ്ക്ക് പോയിട്ടില്ല. ഞാൻ കാവടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ മലയ്ക്ക് പോയിട്ടില്ല ഗൈസ്. നന്ദുകൃഷ്ണൻ, ഇത് എൻ്റെ നന്ദുകൃഷ്ണൻ അല്ലെന്ന് തോന്നുന്നു. കാരണം അവനും എന്നെ പിടിക്കാനായിട്ട് 2 ദിവസത്തെ 3 ദിവസത്തെ വ്രതം എടുത്ത് നിൽപ്പുണ്ട് ഇവിടെ. ഓണസ്റ്റ് റിപ്ലൈ വേണം. കാവടി എടുക്കുന്ന ടൈമിലുള്ള എക്സ്പ്രഷൻ ബ്രോ തന്നെ അങ്ങ് ഇടുന്നതല്ലേ? മിത്തായിരിക്കാം, വിശ്വാസമായിരിക്കാം, എന്നാലും ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് റോങ്. തോന്നി ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല മുത്തേ, അത് ഞാൻ മനഃപൂർവ്വം ഇടുന്ന എക്സ്പ്രഷൻ അല്ല, തന്നെത്താനെ വരുന്ന ഒരു എക്സ്പ്രഷനാണ്. അത് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക? ആദ്യത്തെ എനിക്ക് അനുഗ്രഹം കിട്ടിയപ്പോഴും ഒരു വലിയ വിളിയും ബഹളമായിട്ടുള്ള ഒരു അനുഗ്രഹമായിരുന്നു എൻ്റെത്. ലാസ്റ്റ് വട്ടവും അങ്ങനെ തന്നെയാണ്, ഈ വട്ടവും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് എൻ്റെ അനുഗ്രഹം അങ്ങനെയാണ് വരുന്നത്. ഓരോരുത്തർക്കും ഓരോ മൂർത്തികൾ അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഓരോ രീതിയിലാണ് അനുഗ്രഹം വരുന്നത്. ചിലർക്ക് സൈലൻ്റ് ആയിരിക്കും, ചിലർക്ക് ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അനുഗ്രഹമായിരിക്കും, അവരെ പിടിച്ച് അനങ്ങത്തില്ല. ചിലർ ഭയങ്കര വോക്കലായിരിക്കും. ചില ഭദ്രകാളിയുടെയൊക്കെ ചിലർക്ക് അനുഗ്രഹിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏരിയ നമുക്ക് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര വേറൊരു രീതിയിലുള്ള വിളിയാണ്. അത് നമ്മുടെ മനസ്സിലുള്ള ദൈവത്തിൻ്റെ രൂപത്തെ പുറത്ത് കൊണ്ടുവരുന്നതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഏറ്റവും ഫ്രീയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് ആ ഒരു സമയം. അപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ മനഃപൂർവ്വം ഇടുന്നതല്ല മുത്തേ. അത് എനിക്ക് അറിഞ്ഞുകൂടെ നന്ദുകൃഷ്ണ. അത് ഞാൻ മനഃപൂർവ്വം ഇടുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ബോഡിയുടെ കംപ്ലീറ്റ് കൺട്രോൾ ത്യജിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എക്സ്പ്രഷനാണത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അത് നടക്കുന്ന സമയത്ത്. ഐ ഫീൽ റിയലി ഹാപ്പി. എന്തൊക്കെ ചോദ്യമല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഇതിഹാസം ചോദിച്ചാൽ കാവടി എടുക്കാൻ എത്ര ഏജ് വേണം? ഏജ് ലിമിറ്റ് ഒന്നും ഒരു ബാരിയർ അല്ല. കുഞ്ഞു കുട്ടികൾ വരെ പാൽക്കാവടി, പൂക്കാവടി, പുഷ്പക്കാവടി, പീലിക്കാവടി, അങ്ങനെ ഒരുപാട് കാവടികൾ എടുക്കാണ്ട് കാവടി എടുക്കുന്നതിന് ഏജ് ഒരു ലിമിറ്റ് അല്ല. എത്ര ഏജിൽ വേണമെങ്കിലും കാവടി എടുക്കാം. അതും വേൽക്കാവടി, പറവക്കാവടി അങ്ങനെ ഒന്നും എടുക്കണമെന്ന് പോലും ഇല്ല. സാധാരണ പുഷ്പകാവടി എടുത്താലും അത് ഭയങ്കര രസമാണ്. കാവടി വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 21 ദിവസമാണ്. കാവടി എന്ത് തന്നു എന്ന് നേരത്തെ ചോദിച്ചില്ലേ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു ഗൈസ്. ഇതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് 71 ദിവസം വ്രതം എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അനുഗ്രഹം അച്ചീവ് ചെയ്ത സമയത്ത് എൻ്റെ ബേസിക്, എൻ്റെ ടീനേജ് മനസ്സിൽ ഒരു സാധനം ഭയങ്കരമായിട്ട് പ്രതിഷ്ഠ നേടിയിട്ടുണ്ടായിരുന്നു. മനസ്സറിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രയത്നിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. അതാണ് എൻ്റെ ആദ്യത്തെ കാവടി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങ് അറ്റത്തോളം എന്നെ സഹായിച്ചിട്ടുമുണ്ട്. അതാണ് എനിക്ക് കാവടിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു സംഭവം. ലാസ്റ്റ് ഞാൻ എൻഡ് ചെയ്യാൻ പോകുന്ന കേസ് ഈ ഒരു കമൻറ്റും വായിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന നിറഞ്ഞ ചിരി, സന്തോഷം ജീവിതത്തിലുടനീളം കൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രജി സതീഷ്, താങ്ക് യു സോ മച്ച് രജി സതീഷ്, ഇറ്റ് മീൻസ് എ ലോട്ട്. കാവടി എടുക്കൽ കാർത്തികിൻ്റെ ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങൾ, സന്തോഷങ്ങൾ, മുന്നേറ്റങ്ങളും ഒക്കെ കാരണമായി എന്ന് തോന്നുന്നു. സത്യമാണ് രജി സതീഷ് ചേച്ചി. ജീവിതത്തിൽ ഒരുപാട്, എനിക്ക് ഇന്ന് വരെ കാവടി എടുത്തതിൽ നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മുതലേ ആൻസർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഞങ്ങളും വിശ്വാസികളൊക്കെ തന്നെയാണ്, പക്ഷേ ഇത് അന്ധവിശ്വാസമാണ്, ഇതിനും അന്ധവിശ്വാസത്തിനിടയിൽ ഒരു അന്തരമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് ലിമിറ്റ് അങ്ങനെ ഒന്നുമില്ല. അതെല്ലാം അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. പല മനുഷ്യരും പല രൂപത്തിലാണ് ആ ഒരു ഡിവൈൻ പവർ അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് പവറിനെ ആക്സസ് ചെയ്യുന്നത് എന്നേ ഉള്ളൂ. ഇപ്പോൾ യേശുവേ എന്ന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അള്ളാഹു എന്ന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭഗവാനെ മുരുക എന്ന് വിളിക്കുമ്പോഴോ എല്ലാം ആൻസർ ചെയ്യുന്നത് ഒരു സുപ്രീം പവർ തന്നെയാണ് എന്നാണ് എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം. ആ സുപ്രീം പവറിനെ അല്ലെങ്കിൽ ആ എനർജിയെ അല്ലെങ്കിൽ ആ പരാശക്തിയെ, അതിൻ്റെ ഒരു ഭാഗത്തെ നമ്മളെല്ലാം ആക്സസ് ചെയ്യാൻ പല രൂപങ്ങൾ സ്വീകരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഭഗവാനെ മുരുക എന്ന് പറഞ്ഞു, ആ ശക്തിയുടെ രൂപം എൻ്റെ മനസ്സിൽ മുരുകനായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ആൾ വിളിക്കുമ്പോൾ വേറൊരു രൂപമായിരിക്കും, അല്ലെങ്കിൽ വേറൊരു മാത്രമുള്ള ആൾ വിളിക്കും വേറൊരു രൂപമായിരിക്കും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അന്ധമായിട്ടുള്ള വിശ്വാസം തന്നെയാണ്. പിന്നെ ആൾക്കാർ പറയുന്ന വേറൊരു കാര്യം, ഇതും കൂടെ ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. കാവടി പോലുള്ള ആചാരങ്ങളൊക്കെ ബാൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും കാണില്ലായിരിക്കും, എനിക്കറിയാം. കാലക്രമേണ ഓരോ ചേഞ്ചസ് വരുമ്പോൾ ആൾക്കാരുടെ ജീവിത രീതി മാറുമ്പോൾ മാറുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇതിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനസമൂഹമുണ്ട്. ഇത് ആരെയും ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യുന്ന കാര്യമേ അല്ല. എന്നെ ആരും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഓരോ റിച്വൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരെ കൊണ്ടും ആർക്കും ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യാനോ പറ്റില്ല, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ച് ചെയ്യാനോ പറ്റില്ല. അത് മനസ്സറിഞ്ഞ് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ തുടങ്ങി വെച്ച കാര്യമല്ല, ഇത് പണ്ട് കാലം മുതൽക്കേ എനിക്ക് ഓർക്കാൻ കൂടി പറ്റാത്ത ഒരു കാലഘട്ടം മുതൽക്കേ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കുറേ ആചാരങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സൈഡ് പോയിൻ്റൂടെ ഇത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുമ്പോൾ, പണ്ട് സതിയും ഓരോ ആചാരങ്ങൾ തന്നെ ആയിരുന്നു. അത് മനഃപൂർവ്വം അവരെ കൊണ്ടുപോയി തീയിടുന്നതാണ്, അല്ലാതെ അവർ സ്വന്തം ഇഷ്ടത്തിന് പോയി ഇറങ്ങുന്നതല്ലായിരുന്നു അത്. പക്ഷെ ഇതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ ആൾക്കാർ ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അത് കമൻറ്റ് ബോക്സ് നമ്മൾ വേണ്ടുവോളം കാണുന്നുമുണ്ട്. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ, സ്വന്തം വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് വിൽ കീപ് യു സെയിൻ. ആൻഡ് ബാക്കിയുള്ളവരുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയാതിരിക്കുക. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യുക. നല്ല രീതിയിലൊക്കെ പോവുക ഗൈസ്. എന്തിനാ ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്? കമൻറ്റ് ബോക്സ് ചില സമയം നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, എന്തിനാ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? എന്തിനാ ഇവിടെ ഓരോരോ ബഹളം ഉണ്ടാക്കുന്നത്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ്. നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് മറ്റൊരാൾക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം. ബാക്കിയുള്ളവർ എന്ത് പറയുമെന്ന് കേട്ട് നമ്മുടെ ജീവിതം വേസ്റ്റ് ചെയ്യല്ലേ. ബി ഹാപ്പി, ബി ഫ്രീ. ബൈ. ഇപ്പോൾ ഒരു വ്ളോഗുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം.